നമസ്കാരം. എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരളത്തിൽ ഉൾപ്പെടെ അവസരമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. സയന്റിസ്റ്റ് എഞ്ചിനീയർ SC എന്ന പോസ്റ്റിലേക്കാണ്. BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എന്നീ 3 എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അവസരം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സെന്റേഴ്സിന്റെ വിവിധ യൂണിറ്റുകളിലേക്കാണ് ഈ പോസ്റ്റുകൾ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കേരളത്തിലും അവസരങ്ങൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. സയന്റിസ്റ്റ് എഞ്ചിനീയർ SC എന്ന പോസ്റ്റിലേക്കാണ്. ഇതിന്റെ ശമ്പളം കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ 10th ലെവൽ പേ ആണ് ലഭിക്കുക. 56,100 രൂപ അടിസ്ഥാന ശമ്പളം തന്നെ ലഭിക്കും. വേക്കൻസി ഡീറ്റെയിൽസ്: ഒന്നാമത് സയന്റിസ്റ്റ്, ആദ്യത്തെ 113 വേക്കൻസികളുണ്ട്. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കാണ്. 113 വേക്കൻസികളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുവേണ്ട യോഗ്യത BE അല്ലെങ്കിൽ BTech ബിരുദം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള BE അല്ലെങ്കിൽ BTech ബിരുദം 65% മാർക്കോടെ പാസ്സായവരായിരിക്കണം. CGP ആണെങ്കിൽ 10ൽ 6.84 CGP ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് സയന്റിസ്റ്റ് എഞ്ചിനീയർ SC മെക്കാനിക്കൽ. 160 പോസ്റ്റുകളാണുള്ളത്. വേണ്ട യോഗ്യത 65% മാർക്കോടെ BE അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. CGP ആണെങ്കിൽ 10ൽ 6.84 ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കമ്പ്യൂട്ടർ സയൻസ് 44 പോസ്റ്റുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 65% മാർക്കോടെ BE അല്ലെങ്കിൽ BTech ബിരുദം പാസ്സായവരായിരിക്കണം. CGP ആണെന്നുണ്ടെങ്കിൽ 10ൽ 6.84 ഉണ്ടായിരിക്കണം. അതാണ് ഇനി വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. പക്ഷേ 2025 ഓഗസ്റ്റ് 31 മുമ്പ് അവരുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് 65% മാർക്ക് ലഭിക്കുകയും അതുപോലെ CGP ആണെങ്കിൽ 10ൽ 6.84 ലഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ അവരുടെ മാർക്ക് ലിസ്റ്റ് 2025 ഓഗസ്റ്റ് 31 മുമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. മെയ് 27 മുതൽ ജൂൺ 16 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കുന്നവർക്ക് നിർബന്ധമായും ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്നാലും മനസ്സിലാക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് സർവീസിലുള്ളവരാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാവരും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ എല്ലാവരും 750 രൂപ ഇനിഷ്യലി നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ SC കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സും ഒക്കെ 750 രൂപ ഫുൾ അമൗണ്ടും പരീക്ഷ എഴുതുവാണെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ അവർക്ക് 500 രൂപ മാത്രമേ റീഫണ്ട് ചെയ്യത്തുള്ളൂ. എല്ലാവരും 750 രൂപ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. SC കാരെ, വനിതാ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ഇവർക്കെല്ലാം ഫുൾ അമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതാത്തവർക്ക് ഒരു പൈസ പോലും റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് UPI വഴിയും ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഒക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താനുള്ള അവസരമുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യാതൊരു കാരണവശാലും റിട്ടേൺ ടെസ്റ്റ് എഴുതാത്തവർക്ക് ഈ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കത്തില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ JPEG ഫോർമാറ്റിലാക്കി അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്ന കാര്യം മനസ്സിലാക്കുക.
ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം മറ്റ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷന്റെ ഏജിന്റെയും എക്സ്പീരിയൻസിന്റെ കാണിച്ചാൽ മതിയാവും. നിങ്ങൾ ആദ്യം ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്താൽ മതിയാവും. അപേക്ഷ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. ആ റിട്ടേൺ ടെസ്റ്റിന് ഉള്ള സെന്റേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെന്റേഴ്സ് തിരുവനന്തപുരമാണ്. മറ്റ് സെന്റേഴ്സുകൾ അഹമ്മദാബാദ്, ബംഗളൂരു, ഭോപ്പാൽ, ചെന്നൈ, ഗുവാഹട്ടി, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, ന്യൂഡൽഹി എന്നിവയാണ്. നമുക്ക് അടുത്തുള്ള സെന്റർ തിരുവനന്തപുരം മാത്രമാണ്. അപ്പോൾ ആ സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. രണ്ട് പാർട്ട് എയും പാർട്ട് ബി എക്സാമിനേഷൻ ആയിരിക്കും. 120 മിനിറ്റ് ആയിരിക്കും. 2 മണിക്കൂർ സമയമായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റിന് ലഭിക്കുക. പാർട്ട് എയിലെ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 1 മാർക്ക് ആയിരിക്കും ലഭിക്കുക. തെറ്റാണെന്നെങ്കിൽ -1/3 ഉണ്ടാവും. പാർട്ട് ബിയിലെ 20 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 20 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കത്തില്ല. അതിനുശേഷം റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരു പോസ്റ്റിന് പകരം 5 ഇരട്ടി ആൾക്കാരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്ക് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ നോളജ് 40, ജനറൽ അവയർനെസ് 20, പ്രസന്റേഷൻ കമ്മ്യൂണിക്കേഷനിൽ 20, കോംപ്രിഹെൻഷൻ 10, അക്കാഡമിക് അച്ചീവ്മെന്റ്സ് 10, അങ്ങനെയാണ് ആ ഡിവിഷൻ വന്നിട്ടുള്ളത്. ആകെ 100 മാർക്ക്. ക്വാളിഫയിങ് കഴിച്ച് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. റിസർവ് കാൻഡിഡേറ്സിനും 50% മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ അത് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ SC എന്ന ലെവലിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. കേന്ദ്ര സർക്കാരിന്റെ 10ാം ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ് 7ാം ശമ്പള കമ്മീഷന്റെ. അടിസ്ഥാന ശമ്പളം തന്നെ 56,100 രൂപ ലഭിക്കും. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. തുടക്ക ശമ്പളം തന്നെ ഏകദേശം 80,000-ൽ കൂടുതൽ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സെന്ററുകൾ അനുസരിച്ച് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലഭിക്കാം എന്ന കാര്യം കൂടി ഓർക്കുക. ISROയുടെ വിവിധ സെന്ററുകൾ എവിടെയും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമുക്ക് ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം എന്നില്ല. കേരളത്തിൽ തിരുവനന്തപുരം വിക്രസാരാഭായ് സ്പേസ് സെന്ററിലും അവസരങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്ത്യൻകാരായിട്ടുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇതിന്റെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി rmt-gcrb@isro.gov.in എന്ന ഇമെയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതിലേക്ക് അപേക്ഷ ഡേറ്റ് പറയുകയാണെങ്കിൽ അപേക്ഷിക്കുന്നത് 2025 മെയ് 27 മുതൽ ജൂൺ 16 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫീസ് അടയ്ക്കാനായിട്ട് ജൂൺ 18 വരെ അവസരം ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. വെബ്സൈറ്റ് എന്ന് പറയാൻ www.isro.gov.in സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട്. ഇതിന്റെ അപ്ഡേറ്റ്സ് ഈ സൈറ്റിലായിരിക്കും വരിക. അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഈ സൈറ്റിൽ ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.